BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നശിച്ചായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാല. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തൊട്ടതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. വിശ്വാസം, പൂർണ്ണത, സംതൃപ്തി. ലവ് കിഡ്സ്, ജസ്റ്റ് ബി കിഡ്സ്. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക പുകയില വിരുദ്ധ ദിനമായ 31-ന് തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുകയിലയ്ക്കും മയക്കുമരുന്നിനുമെതിരായി തൊടുപുഴയിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്ന കമാൻഡർ കെ കുര്യാക്കോസിന്റെ 8ാമത് അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും തൊടുപുഴയിൽ നടന്നു. സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു മുൻപിൽ തൊഴിലാളികൾ കൂട്ടധർണ നടത്തി. സർവീസിലിരിക്കെ മരണമടഞ്ഞ പോലീസ് സബ് ഇൻസ്പെക്ടർ കൊളമാവ് കലടപ്പറമ്പിൽ ദേവേശന്റെ മാതാവ് നാരായണയ്ക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതായി പരാതി. പുതിയ അധ്യയന വർഷം പ്രമാണിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ സ്റ്റാൾ തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. ലോക പുകയില വിരുദ്ധ ദിനമായ 31-ന് തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുകയിലയ്ക്കും മയക്കുമരുന്നിനുമെതിരായി തൊടുപുഴയിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31-ാം തീയതി ബുധനാഴ്ച ഓൾ കേരള തലത്തിൽ പുകയിലയ്ക്കും മയക്കുമരുന്നിനും എതിരായി തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ മിനി മാരത്തോൺ നടത്തപ്പെടും. രാവിലെ 7:30-ന് കൊച്ചി റേഞ്ച് IG ശ്രീ P. വിജയൻ IPS ഫ്ലാഗ് ഓഫ് ചെയ്യും. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് ആരംഭിച്ച് റിംഗ് റോഡിലൂടെ 10 കിലോമീറ്റർ ഓടിയെത്തുന്ന വിജയികൾക്ക് ന്യൂമാൻ കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ സമ്മാനദാനം നിർവഹിക്കും. യോഗത്തിൽ ജോയ്സ് ജോർജ് MP, PJ ജോസഫ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, ദ്രോണാചാര്യ തോമസ് മാഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KL ജോസഫ്, റോട്ടറി പ്രസിഡന്റ് ടിനി തോമസ്, ഒളിമ്പ്യന്മാർ, സിനിമാ കലാകായിക രംഗത്തെ പ്രശസ്ത വ്യക്തികളും പങ്കെടുക്കുന്നു. രാവിലെ 7:30-ന് കൊച്ചി റേഞ്ച് IG ശ്രീ P. വിജയൻ IPS ആണ് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ന്യൂമാൻ കോളേജിൽ നിന്നും ആരംഭിച്ച് റോഡ് വഴി 10 കിലോമീറ്റർ ഓടി തിരിച്ച് ന്യൂമാൻ കോളേജിൽ എത്തുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ജോയ്സ് ജോർജ്, അതുപോലെ തൊടുപുഴ MLA ശ്രീ PJ ജോസഫ് സാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, ദ്രോണാചാര്യ ശ്രീ തോമസ് മാഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KL ജോസഫ്, റോട്ടറി പ്രസിഡന്റ് ടിനി തോമസ്, പിന്നെ ഒളിമ്പ്യന്മാര്, സിനിമാ കലാകായിക രംഗത്തെ പ്രശസ്ത വ്യക്തികൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഒന്നാം സമ്മാനമായി 25,000 രൂപയും തുടർന്ന് 15,000, 10,000, 3,000, 2,000, 1,000 എന്നീ സമ്മാനങ്ങളും നൽകപ്പെടുന്നു. മാരത്തോൺ പൂർത്തിയാക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലും നൽകും. സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ നടത്തുന്ന മിനി മാരത്തോണിന്റെ രജിസ്ട്രേഷൻ ഫീസ് 200 രൂപയാണ്. www.rotarytodupuzha.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടിനി തോമസ്, അസിസ്റ്റന്റ് ഗവർണർ ജോസ് കെ മാത്യു, സെക്രട്ടറി ഹെജി പി ചെറിയാൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ജോണിച്ചൻ അലക്സ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അറക്കുളം കാനാപ്പറമ്പിൽ ബിജു ജോസഫ് നടത്തിവന്ന അർദ്ധനഗ്ന ഒറ്റയാൾ സമരം പിൻവലിച്ചു. അംഗൻവാടികൾ എത്രയും വേഗം വൈദ്യുതീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചതെന്ന് INTUC യുവജന വിഭാഗം ജില്ലാ സെക്രട്ടറി ബിബിൻ ഈട്ടിക്കൽ പറഞ്ഞു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുഴുവൻ അംഗനവാടികളും വൈദ്യുതീകരിച്ച് ഫാൻ ഫിറ്റ് ചെയ്യണമെന്ന ആവശ്യമായിട്ട് ഉന്നയിച്ച് INTUC യുവജന വിഭാഗം മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് നടത്തിവന്ന സമരം വിജയത്തിൽ കലാശിച്ചു. കഴിഞ്ഞ ദിവസം നിരന്തരമായ സമരവുമായിട്ട് മുന്നോട്ട് പോയ ബിജു ജോസഫിന്റെ സമരത്തിൽ നാട്ടുകാരും അണിചേർന്നതോടുകൂടി സമരം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ പഞ്ചായത്ത് അധികാരികൾ അത് ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 31 അംഗനവാടികളുള്ളതിൽ 13 എണ്ണം വൈദ്യുതീകരിച്ചത് ആണെന്നും ബാക്കി വരുന്ന 18 എണ്ണത്തിൽ 10 എണ്ണം വയറിംഗ് ചെയ്തിട്ടുള്ളതാണെന്നും അതിൽ ബാലൻസ് വരുന്ന 8 അംഗനവാടികളിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഉടനടി ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ തന്നെ ബാക്കി 10 എണ്ണത്തിൽ ഉടനടി ഈ ആഴ്ച തന്നെ 1-ാം തീയതിക്കിപ്പുറം വയറിംഗ് ചെയ്ത് വൈദ്യുതി എത്തിക്കാമെന്നും അവർ വാക്ക് തന്നു. ബാലൻസ് വരുന്ന 8 എണ്ണം ഏതെങ്കിലും സ്പോൺസർമാർ വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിക്കാൻ പറ്റത്തില്ല. സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ INTUC അതിന് നേതൃത്വം നൽകുകയാണെങ്കിൽ
ഓണർഷിപ്പ് പഞ്ചായത്തിൽ നിന്ന് നൽകാമെന്നും അവർ നമുക്ക് വാഗ്ദാനം തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ കറണ്ട് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ 8 എണ്ണത്തിലേക്കുള്ളത് INTUC ഏറ്റെടുക്കുകയും സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യാമെന്ന് ബിജു ജോസഫിന് വാക്കുകൊടുക്കുകയും ചെയ്തു. അതിനാൽ ബിജു ജോസഫ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. സർവീസിലിരിക്കെ മരണമടഞ്ഞ പോലീസ് സബ് ഇൻസ്പെക്ടർ കുളമാവ് കല്ലടപ്പറമ്പിൽ ദേവേശിന്റെ മാതാവ് നാരായണിക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതായി പരാതി. 2016 ജൂൺ 13 ക്യാൻസർ ബാധിതനായ ഇടുക്കി DCRB സബ് ഇൻസ്പെക്ടർ P. ദേവേശൻ അന്തരിച്ചത്. ഭാര്യയും മക്കളുമായി പിരിഞ്ഞ് അമ്മയോടൊപ്പമായിരുന്നു ദേവേശന്റെ അന്ത്യനാളുകൾ. ദേവേശന്റെ മരണശേഷം ഭാര്യയും മക്കളും കൃത്യമായ രേഖകൾ ചമച്ച് ദേവേശന്റെ സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയായിരുന്നു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ആൺമക്കൾ മരണപ്പെട്ടാൽ മാതാവും ഭാര്യയും മക്കളും അനന്തരാവകാശികളാണെന്നത് വകവയ്ക്കാതെ റവന്യൂ ജീവനക്കാർ ഗസ്റ്റ് വിജ്ഞാപന പ്രകാരം അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയതിനെ തുടർന്നായിരുന്നു പിരിഞ്ഞു താമസിച്ചിരുന്ന ഭാര്യ സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനിടയായത്. ക്യാൻസർ രോഗബാധിതനായ മകൻ ദേവേശനെ ചികിത്സിച്ചതിൽ വന്ന കടബാധ്യതകളെങ്കിലും തീർക്കുന്നതിനാവശ്യമായ സഹായമെങ്കിലും കിട്ടുന്നതിനായി കാത്തിരിക്കുകയാണ് മാതാവ് നാരായണി. എൻ്റെ മകൻ ദേവേശൻ സബ് ഇൻസ്പെക്ടർ 2016 ജൂൺ മാസം 13 6 മണിക്ക് മരണപ്പെട്ടു. ക്യാൻസർ രോഗമായിരുന്നു. 1.5 വർഷം ചികിത്സയിലായിരുന്നു. ലൈഷോർ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് മരണപ്പെട്ടു. പക്ഷേ മരണം ഫണ്ടിൻ്റെ പൈസ എല്ലാം പോലീസ് ക്യാമ്പിൽ നിന്ന് അവൻ്റെ ഭാര്യ പോയി മേടിച്ചു. എന്നെ അറിയിച്ചില്ല. പോലീസുകാരും എന്നെ അറിയിച്ചില്ല. ഇതിനെപ്പറ്റി എനിക്ക് യാതൊരു വിവരവും ഇല്ല, ഒരറിവും ഇല്ല. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കുറേ ബാധ്യതകളൊക്കെ ഉണ്ട്. മരണപ്പെട്ടപ്പോഴും കുറേ കടങ്ങളും ഉണ്ട്. അതെല്ലാം കൂടി ഞാൻ എന്ന് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അനന്തര അവകാശികൾ ആരും തന്നെ ഇല്ല. അമ്മ മരിച്ചു പോയിന്ന് എന്ന് പറഞ്ഞാണ് ഇവർ ഈ പൈസ മേടിച്ചത്. അനന്തരാവകാശി എന്നുള്ള വകുപ്പിൽ നിന്ന് എന്നെ ഒഴിവാക്കി എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ഈ കടങ്ങളെല്ലാം വീട്ടുള്ള കഴിവില്ല. എനിക്ക് ഒരു പാർട്ട് ടൈം സ്വീപ്പറായിട്ടാണ് KCBയിൽ ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് 70 വയസ്സാവാറായി. എനിക്ക് നടക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാധ്യതകളെല്ലാം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര മാനസികമായി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു. മരിച്ചതിൻ്റെ ശേഷം എനിക്ക് SP ഓഫീസിൽ നിന്നൊരു പേപ്പർ വന്ന് അയച്ചു തന്നിന്. അമ്മയ്ക്ക് യാതൊരു അവകാശം ഇല്ലയെന്നും പറഞ്ഞാണ് വന്നത്. തെക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു. ടോമി തോമസ് കാവാലം, ബേബി ജോസഫ് തെങ്ങുംപള്ളിൽ, മത്തച്ചൻ ചേമ്പളാങ്കൽ, ഷമ്മി ഈപ്പച്ചൻ പൂവന്നിക്കുന്നേൽ, റോയി അഗസ്റ്റിൻ പുതുവിളാക്കൽ, ബോബി സിറിയക് പഴയെടുത്ത്, ജോഷി തോമസ് മുണ്ടയ്ക്കൽ, ഗ്രേസി ജോസഫ് വന്യംപറമ്പിൽ, രമ ഹരിദാസ് ഇഞ്ചക്കാട്ട്, സിന്ധു ശിവദാസ് തോണിക്കുഴിയിൽ, AK സുഭാഷ് കുമാർ തൈപ്പറമ്പിൽ എന്നിവരാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച സഹകാരികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പ്രൊഫസർ VV ചാക്കോച്ചൻ നന്ദി പറഞ്ഞു. മുഴുവൻ സീറ്റുകളിലും ഭൂരിപക്ഷത്തിലൂടെ വിജയിച്ചിരിക്കുകയാണ്. 5 വർഷക്കാലം തെക്കുംഭാഗം സർവീസ് സഹകരണം നടത്തിയ വികസന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ ഉത്തമമായ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാണുന്നത്. ജനങ്ങളുടെ അനുസരിച്ച് ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ടായിട്ടും ഈ മുന്നണിക്ക് കഴിയും. തീർച്ചയായിട്ടും നീക്കങ്ങൾ വരും വർഷങ്ങളിൽ ഞങ്ങൾ കാർഷിക കാര്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജനോപകാരപ്രദമായ ഈ ബാങ്ക് ഒരു സേവന പ്രസ്ഥാനം ഇത് നന്നായി പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തിയാണ് നമ്മുടെ അംഗങ്ങൾ നമ്മൾ അൻപിച്ച ഭൂരിപക്ഷത്തിൽ സഹകാരികളെ ഈ അവസരത്തിൽ വിനീതമായി അവരെ നന്ദിയോടെ CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ മേഖലയിലെ സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. ഒരു റിപ്പോർട്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ മേഖലയിലെ സ്കൂളുകൾക്ക് തിളക്കമാർന്ന വിജയം. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ തുടർച്ചയായ 16ാം തവണയും 100% വിജയം കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 80 വിദ്യാർത്ഥികളെ 70 പേർക്ക് ഡിസ്റ്റിങ്ഷനും 10 പേർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ലഭിച്ചു. ബയോളജി ഗ്രൂപ്പിലെ അനുപമ വിനയൻ 500-ൽ 492 മാർക്കോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 12 പേർ എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് അഭിനന്ദിച്ചു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ 100% വിജയം നേടി. സ്കൂളിൽ പരീക്ഷ എഴുതിയ 38 പേരിൽ 4 പേർ എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ഡീൻ SB ശശികുമാർ,
മാനേജർ ആർ കെ ദാസ് എന്നിവർ അഭിനന്ദിച്ചു. തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ 3 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് ലഭിച്ചു. പരീക്ഷ എഴുതിയ 51 വിദ്യാർത്ഥികളിൽ 14 പേർ 90% മാർക്ക് വാങ്ങി. തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ 3 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിനും A1 ലഭിച്ചു. പരീക്ഷ എഴുതിയ 46 കുട്ടികളും ഉന്നത വിജയം നേടിയപ്പോൾ 24 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ ലഭിച്ചു. സയൻസ് വിഭാഗത്തിൽ 95.4% മാർക്കോടെ ഗൂഗിൾ പത്മകുമാർ, കൊമേഴ്സ് വിഭാഗത്തിൽ 94.6% മാർക്കോടെ മെർലിൻ തോമസ് എന്നിവർ 1ാം സ്ഥാനം നേടി. ഇവർക്ക് പുറമെ ആൻഡ്രിയ മരിയ ജയ് എല്ലാ വിഷയങ്ങൾക്കും A1 നേടി. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രസിഡന്റ് ജോർജ് പുതുമന, പ്രിൻസിപ്പൽ ബോബി ജോസഫ്, PTA പ്രസിഡന്റ് ബ്ലേസ് ജി വാഴയിൽ എന്നിവർ അഭിനന്ദിച്ചു. തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ പരീക്ഷ എഴുതിയ 44 കുട്ടികളിൽ രവീണ സാജനും S രുക്മിണിയും എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് നേടി. 32 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു. 95.2% മാർക്കോടെ രവീണ സാജൻ 1ാം സ്ഥാനവും 94% മാർക്കോടെ S രുക്മിണി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഇൻഫന്റ് റീസയും അധ്യാപകരും PTA ഭാരവാഹികളും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ വിമല പബ്ലിക് സ്കൂളിന് തുടർച്ചയായ 16ാം തവണയും 100% വിജയം. പരീക്ഷ എഴുതിയ 80 വിദ്യാർത്ഥികളിൽ 70 പേർക്ക് ഡിസ്റ്റിങ്ഷനും 10 പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് അഭിനന്ദിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്ന കമാൻഡർ K. കുര്യാക്കോസിന്റെ 8ാമത് അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും തൊടുപുഴയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രദാനം ചെയ്യുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആളുകൾ അപ്പൊ ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രധാന വ്യവസായമാണ്. ഒട്ടേറെ ആളുകൾക്ക് ജോലി നൽകുന്ന വ്യവസായമാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വ്യവസായമാണ്. സംസ്ഥാന പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. എക്സലൻസ് അവാർഡ് വിതരണം തേനി MP R. പാർത്ഥിബൻ നിർവഹിച്ചു. KM മൂസ ഹാജി, KP റഫീഖ്, ഡോക്ടർ CNN നമ്പൂതിരി, P. വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ ജോസഫ് സ്റ്റീവൻ ചാഴികാട്ട്, ആന്റണി കണ്ഠരിക്ക് എന്നിവർക്കാണ് അവാർഡ് നൽകിയത്. രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം PJ ജോസഫ് MLA നിർവഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കൾക്കുള്ള പുരസ്കാരം സംസ്ഥാന രക്ഷാധികാരി G. സുധീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ എന്നിവരും ഹോട്ടൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള പുരസ്കാരം സംസ്ഥാന ട്രഷറർ ബാലകൃഷ്ണ പൊതുവാളും വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ജയപാൽ K. കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MN ബാബു, VV മത്തായി, KMA ഷുക്കൂർ, രേണു സുരേഷ്, സുബു റോയൽ, PA പോളി, PK മോഹനൻ, TK അബ്ദുൽ ഖാദർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. பக்கத்து வீட்டில் பசி இருக்கின்ற பொழுது நீ மட்டும் உண்ணாதே என்று நபிகள் நாயகம் சொல்கிறார். பக்கத்து வீட்டுக்காரர் பட்டினியுடன் இருக்கின்ற பொழுது மட்டும் உணவு உண்ணக்கூடாது என்று நபிகள் நாயகம் சொல்கிறார். இதை சொல்வதற்கு காரணம் உணவு பற்றி நமது முன்னோர்கள் அவ்வளவு சிறப்பாக கூறியிருக்கிறார்கள். என்னுடைய அடிப்படை தேவையே உண்ண உணவும் உடுத்த உடையும் இருப்பிடம் தான். இந்த அடிப்படையில் உணவுதான் முதலிடத்தை. அப்பேற்பட்ட சிறப்புக்குரிய உணவு என்றால் நாம் இல்லை. அந்த உணவை தயாரித்து வழங்கக்கூடிய அந்த தொழிலை செய்யக்கூடிய இந்த ஹோட்டல் என்று சொல்லக்கூடிய உணவு கூடம், தமிழிலே உணவு கூடம் என்று சொல்வார். அது அந்த தொழிலை செய்யக்கூடியவர்கள் பெரிய மரியாதையை பெற்றவர்கள், இறைவனுடைய அருளை பெற்றவர்கள். நிச்சயங்களுக்கு இறைவனுடைய அருள் கிடைக்கும் என்பதை நான் இடத்திலே கூறிக்கொள்கிறேன். നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി നടത്തുന്ന ആയുഷ് ഗ്രാം പദ്ധതിയുടെ 1ാം ഘട്ട സമാപനം ചൊവ്വാഴ്ച രാവിലെ 10-ന് മുട്ടം മർത്താമറിയം പാരിഷ് ഹാളിൽ വെച്ച് നടക്കും. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ അധ്യക്ഷത വഹിക്കും. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അനിത ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 9:30 മുതൽ ഔഷധ തൈ വിതരണം നടക്കും. തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ മുല്ലക്കൽ ജംഗ്ഷന് സമീപം വാഹനങ്ങൾക്ക് മറവ് സൃഷ്ടിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുവാനുള്ള ശ്രമം പരാജയപ്പെട്ടു. സ്ഥലമുടമ 2 ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ മുല്ലക്കൽ ജംഗ്ഷനിലെ വിവാദ കെട്ടിടം പൊളിക്കുവാനുള്ള ശ്രമം ഇന്നും നടന്നില്ല.
ഞായറാഴ്ച പ്രദേശവാസികൾ പ്രതിഷേധ യോഗം ചേർന്നിരുന്നു. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഉപയോഗിക്കാത്ത ഇരുനില കെട്ടിടം ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്നതായി പരാതിയുണ്ട്. ഈ കെട്ടിടത്തിന് സമീപത്തായി ചെറുതും വലുതുമായ 100ഓളം അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ കെട്ടിടത്തിൻ്റെ ഈ മറ കാരണം അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വയ്യ, ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് അവിടുന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വയ്യ. അങ്ങനെയുള്ള പ്രതിസന്ധിയുള്ള ഇത് ദുർബലമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. എപ്പോൾ വേണമെങ്കിൽ ഇടിഞ്ഞ് വീഴാവുന്ന ഒരവസ്ഥയിലുള്ള കെട്ടിടമാണ്. ഇത് അപകട നിലയിലുള്ള കെട്ടിടമാണ്. മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ഈ അപകട നിലയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നുള്ള നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥരോ അവരുമായിട്ട് ബന്ധപ്പെട്ടോ തയ്യാറാകാത്തതിനെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി സംഘടിച്ച് ഇത് പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടി ആവശ്യപ്പെട്ട് ഇപ്പം രണ്ടാമത്തെ സമരമാണ് നടത്തുന്നത്. പരാതിയെ തുടർന്ന് കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് തൊടുപുഴ നഗരസഭ ആവശ്യപ്പെട്ടെങ്കിലും ഉടമകൾ തയ്യാറായിരുന്നില്ല. ഇതിനിടെ ശനിയാഴ്ച വീണ്ടും അപകടം നടന്നു. ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ സംഘടിച്ചെത്തി കെട്ടിടം പൊളിക്കാൻ ശ്രമിച്ചത്. കെട്ടിടത്തിന്റെ ഓടുമേഞ്ഞ ഭാഗം നാട്ടുകാർ തകർത്തു. വിവരമറിഞ്ഞ് നൂറുകണക്കിന് ആളുകളും സ്ഥലത്തെത്തിച്ചേർന്നു. തുടർന്ന് പ്രദേശം സംഘർഷാവസ്ഥയിലായി. തൊടുപുഴ പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. തുടർന്ന് SI ജോബിൻ ആന്റണിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് കെട്ടിടം പൊളിക്കാൻ തീരുമാനമായിരുന്നു. അടിക്കടി തീരുമാനം മാറ്റിയതോടെയാണ് സമീപവാസികൾ ഞായറാഴ്ച യോഗം ചേർന്നത്. തിങ്കളാഴ്ചയും കെട്ടിടം പൊളിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1.5 മണിക്കൂർ ഇവിടെ വന്നു. ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ വഴി ബ്ലോക്കാക്കി വെച്ചേക്കും. ഞങ്ങൾക്ക് ഇനി കടന്നു പോകണമെങ്കിൽ തിരിഞ്ഞോളണം. പോലീസുകാരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. വഴി ബ്ലോക്കാണെങ്കിൽ അവർ തിരിച്ചുവിടാനൊന്നും അവർ സന്നദ്ധരായിട്ട് നിൽക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ തിരിച്ചിനി കുറേ തിരിച്ച് തൊഴിൽ ടൗൺ ആണെങ്കിൽ ഫുൾ ബ്ലോക്കാണ്. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നില്ല. ഇന്നിപ്പോൾ ഇതിന് യാതൊരു മുൻകരുതലും അധികാരികൾ ഇതിൻ്റെ മുന്നിൽ കണ്ടിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരായാലും മുനിസിപ്പാലിറ്റി ആയാലും അതിനോട് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരായാലും യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ നിന്നും ഇത് ഹൈവേ റോഡാണ്. ആലപ്പുഴയ്ക്ക് പോകേണ്ടവർ, മരണ ചടങ്ങിന് പോകേണ്ടവർ, ആശുപത്രി പോകേണ്ടവർ, നൂറുകണക്കിന് ജനങ്ങളാണ് ഇവിടെ ബ്ലോക്കിൽ പെട്ടുപോയത്. ഇവരെ ഒന്ന് നിയന്ത്രിച്ചു വിടാനായാലും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അവർ പോലും ഇറങ്ങി ഒന്ന് നിയന്ത്രിച്ചു വിടുന്നില്ല. ജനം കഷ്ടത്തിലാണ്. 2 ദിവസത്തെ സാവകാശം കൂടി സ്ഥലമുടമ ചോദിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച സ്ഥലത്തെത്തിയ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും തുടർന്ന് 2 ദിവസത്തെ സാവകാശം കൂടി ഉടമ ആവശ്യപ്പെടുകയുമായിരുന്നു. കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. മണക്കാട് നിന്ന് വരുന്ന യാത്രക്കാർക്ക് വെങ്ങല്ലൂർ ഭാഗത്തു നിന്നും കോലാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് കയറി വരുമ്പോൾ അവിടുന്ന് വരുന്ന വാഹനമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ മരണം വരെ സംഭവിച്ചിട്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും കൂടി ഈ കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ജനങ്ങൾ സംഘടിക്കുകയും സംഘർഷാവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീട്ടുടമസ്ഥർ ഇത് പൊളിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും കൂടി സംഘടിച്ചത്. ആശുപത്രിയിൽ പോകാൻ വന്ന കുട്ടികൾക്ക് പോലും യഥാസമയം ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തടസ്സപ്പെട്ട് കിടന്ന ഗതാഗതം സൃഷ്ടിക്കുകയായിരുന്നു. ക്യാമറമാൻ വിജയനൊപ്പം കൈമോൻ ലേശ്ശേരി, BBC ന്യൂസ്. ഹോട്ടൽ ഭക്ഷണത്തിന് GST ഏർപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഭക്ഷണശാലകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ട് പ്രതിഷേധിക്കുവാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനപ്രകാരം ജില്ലയിലെ ഭക്ഷണശാലകൾക്ക് ചൊവ്വാഴ്ച മുടക്കമാണെന്ന് ജില്ലാ പ്രസിഡന്റ് MN ബാബു അറിയിച്ചു. പുതിയ അധ്യയന വർഷം പ്രമാണിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ സ്റ്റാൾ തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു. ഇവിടെ നിന്നും കുറഞ്ഞ നിരക്കിൽ നോട്ട്ബുക്കുകൾ, ബാഗുകൾ മുതലായവ ലഭിക്കും. ഈ അധ്യയന വർഷത്തിൽ സ്കൂൾ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന ഇതിൻ്റെ ഒരു ബുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രിവേണിയുമായി സഹകരിച്ചുകൊണ്ട് ബുക്കുകൾ, അതുപോലെ കുട, ബാഗ്, കുട്ടികളുടെ ടിഫിൻ ബോക്സ് തുടങ്ങി ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ഏതാണ്ട് മാർക്കറ്റ് വിലയിൽ നമുക്കറിയാം ഇപ്പം വളരെ അധികം വില വാങ്ങിയാണ് ബാഗുകളും കുടയും ബുക്കുകളും ഒക്കെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ പിടിച്ചു നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി
അതുപോലെ തന്നെ ബാങ്കിലെ ഇടപാടുകാർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഈ പഠനോപകരണങ്ങൾ നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുമാണ് ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് ബുക്കുകൾക്കൊക്കെ ഒരു 10 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ടിഫിൻ ബോക്സിനൊക്കെ 40% വില വ്യത്യാസമാണ് ഇത് വരുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാവണമെന്ന് തൊടുപുഴ കാസ്ക് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ NG ശ്രീമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഠനോപകരണങ്ങളുടെ വിതരണം നസീർ പടിഞ്ഞാറേക്കര നിർവഹിച്ചു. SSLCയിൽ 70% കിട്ടിയ ഡിസ്റ്റിങ്ഷനാണ്. 75-80% മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് സ്റ്റേറ്റ് ലെവലിൽ റാങ്ക് ഹോൾഡേഴ്സായി വരിക. 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്താ പറയുക, നമ്മുടെ സിനിമാ സെലിബ്രിറ്റീസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും അംഗീകാരവും ആരാധകരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വേറൊരു കാര്യം, എനിക്കിപ്പോൾ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ പോലീസിൽ ചെയ്തൊരു കാര്യം, നമ്മുടെ പത്രങ്ങൾ കാണുമ്പോൾ അറിയാം, SSLCയുടെയും +2ന്റെയും മാർക്ക് വരുമ്പോൾ അതിൻ്റെ പിറ്റേന്നും ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ആത്മഹത്യ വളരെ കൂടുതലായി വർദ്ധിച്ചു വരികയാണ്. ഞാൻ നിങ്ങളെ നിലവാരമുള്ള പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ വിസ്മരിക്കുന്നില്ല, നല്ല കാര്യമാണ്. നിങ്ങൾക്കത് ഒരുപക്ഷെ ഞാനൊക്കെ SSLCക്ക് പഠിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മാർക്ക് കേട്ടാൽ നിങ്ങൾ ചിരിക്കും, ഒരുപക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളെ 100% മാർക്ക് വാങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് അസൂയാണ് വ്യക്തിപരമായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു മറുവശം, 10ാം തരം പരാജയപ്പെട്ട കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അവർക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന മാനസികമായ ആഘാതം, അവർക്കുണ്ടാകുന്ന നഷ്ടം, എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ മരണത്തിലേക്ക് എന്തായാലും ഒരു ധാരണയുമില്ല, മരണത്തിൻ്റെ കരാള നഷ്ടങ്ങളിലേക്ക് പോവുകയാണ് ഈ കുട്ടികൾ. മുഹമ്മദ് ആഷിഖിനെ ക്ഷണിക്കുന്നു. സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് മുമ്പിൽ തൊഴിലാളികൾ കൂട്ടധർണ നടത്തി. സപ്ലൈകോ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, പ്രതിമാസ വേതനം 18,000 രൂപയാക്കുക, പാക്കിംഗ് തൊഴിലാളികളെ ദിവസവേതനക്കാരാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. AITUC ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ജോയി, PN കൃഷ്ണൻകുട്ടി, ഗീത തുളസീധരൻ, ഫാത്തിമ അസീസ്, PS സുരേഷ്, KK നിഷാദ്, PR സജി, ചാർലി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പണിയെടുക്കുന്ന തൊഴിലാളിക്ക് ജീവിക്കണം, അവൻ അർഹതപ്പെട്ടിട്ടുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം. ഈ രാജ്യത്തെ തൊഴിലാളികളെല്ലാം മുതലാളിക്ക് വേണ്ടി മാറ്റി എഴുതുകയാണ് BJPയുടെ ഗവൺമെന്റ്. തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതടക്കമുള്ള തൊഴിൽ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് ഈ രാജ്യത്തെ AITUC എന്ന് പറയുന്ന തൊഴിലാളികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയെങ്കിൽ ഇന്ന് രാജ്യമലയടിക്കുന്ന ഈ കേരളത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കുന്ന AITUC. ആ AITUC തന്നെയാണ് കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന് മുമ്പിൽ കേരള സംസ്ഥാനത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ന്യായമായ ചില ആവശ്യങ്ങളുടെ ഭാഗമായി മിനിമം കൂലി ദിവസം 600 രൂപ, പ്രതിമാസം 18,000 രൂപ, അവർക്ക് വീട്, അവർക്ക് കിടക്കുവാനുള്ള ഭൂമി, ഇതെല്ലാം ാക്കണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് വളരെ ദുരിതത്തിലാണ് തൊഴിലാളികൾ. കരിങ്കുന്നം പഞ്ചായത്തിലെ പറത്താനം ഭാഗത്ത് ആരംഭിക്കുവാൻ പോകുന്ന വിദേശ മദ്യശാലയ്ക്കെതിരെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. ചൊവ്വാഴ്ച 10 മണിക്ക് കുഴിമറ്റം കവലിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ ജനപ്രതിനിധികൾ, വിവിധ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന മദ്യശാലയ്ക്കെതിരെ മുഴുവൻ ആളുകളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ജനകീയ സമിതി നേതാക്കളായ സൈമൺ മുളയാനിക്കുന്നേൽ, ബാബു കൈപ്പനാനി എന്നിവർ അഭ്യർത്ഥിച്ചു. DYFI കുന്നത്തുപാറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണക്കാട് പഞ്ചായത്തിലെ 6-7 വാർഡുകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 10 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മണക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. ഹരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. DYFI തൊടുപുഴ മുൻ ബ്ലോക്ക് സെക്രട്ടറി M. മധു മുഖ്യപ്രഭാഷണം നടത്തി.
SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഗായിക ആവണി ഹരീഷ്, സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ജയദേവ് മനോജ്, സച്ചിൻ പ്രേംജിത്ത്, അശ്വിൻ സുഭാഷ് എന്നിവർക്ക് സ്വീകരണവും നൽകി. കയ്പ മുതൽ മുതിയാമല വരെ നിർമ്മിക്കുന്ന പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വിഹിതമായി ലഭിക്കുന്ന പണമല്ലാതെ തനത് ഫണ്ട് കാര്യമായുള്ള പഞ്ചായത്ത് തനത് ഫണ്ടും കാര്യമായിട്ടില്ല. മറ്റ് ഫണ്ടുകൾ ലഭിക്കുന്നതിനുള്ള സ്പെഷ്യൽ ഫണ്ടുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ അത്തരത്തിൽ കുറവാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. ആ വികസന പ്രവർത്തനത്തിന് വേണ്ടി ലഭിച്ച പണം നമുക്ക് വിനിയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള നഷ്ടമായി നമുക്ക്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ ആകമാനം ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ PMGSYയിൽ പെട്ടിട്ടുള്ള റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം നടത്തുമ്പോൾ നമ്മുടെ ജില്ലയിൽ 49 റോഡുകൾ ഈ റോഡ് ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതുണ്ട്, ടെൻഡർ ചെയ്തിട്ടില്ല. അത് ടെൻഡർ പ്രവർത്തനം പോലും നടത്താതെ എന്നാൽ അനുമതി ലഭിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം ലഭിച്ചിട്ടുള്ളത് 2007 മുതൽ അനുമതി ലഭിച്ചിട്ടുള്ള റോഡുകളുണ്ട്. പക്ഷെ ആ റോഡുകളൊന്നും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു തെങ്ങമ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PI മാത്യു, സുജാ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം വത്സല ഭാസ്കർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം MD ഹരിബാബു, സുനിൽ സെബാസ്റ്റ്യൻ, MM സിറാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബിബി ജോസ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം TD ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2016-17 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മക്കുവള്ളി വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മക്കുവള്ളി നിവാസികളുടെ വെയിറ്റിംഗ് ഷെഡിനായുള്ള കാത്തിരിപ്പിന് വിരാമമായി. ഗ്രാമപഞ്ചായത്തിന്റെ 2016-17 സാമ്പത്തിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മക്കുവള്ളി വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. നിരവധി പേർ പങ്കെടുത്ത പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു K ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാജീവ്, വാർഡ് മെമ്പർ സജീവൻ തേനിക്കാക്കുടി, സിത്താര ജയൻ, സിമിന ബിനോയ്, സന്തോഷ് കുമാർ, രാജേശ്വരി രാജൻ, PSS പ്രസിഡന്റ് TS നാരായണൻ, ADS പ്രസിഡന്റ് ശ്യാമള വർക്കി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഞ്ഞിക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചുറ്റമ്പല സമർപ്പണവും ധ്വജപ്രതിഷ്ഠയും മഹാദേവ പ്രതിഷ്ഠയും നടന്നു. ഭക്തി മഹാത്മ്യം കൊണ്ട് ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമായി മാറിയ കഞ്ഞിക്കുഴി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാ മഹോത്സവങ്ങളും ചുറ്റമ്പല സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടബന്ധ കലശവും മഹാദേവ പ്രതിഷ്ഠയും പ്രതിഷ്ഠാധ്വജ ചടങ്ങുകളും നടന്നു. തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റം നടന്നു. ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തിന് 11ാം ദിവസം വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം എന്ത്, എന്തിന്, എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ച് OS സതീഷ് പ്രഭാഷണം അവതരിപ്പിക്കും. മഹോത്സവത്തിന്റെ അവസാന ദിവസം വൈകിട്ട് 8 മണിക്ക് കണ്ണൂർ ഹൈ ബീറ്റ്സിന്റെ ഗാനമേളയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു.
പ്രതിഷ്ഠാ മഹോത്സവത്തിലും ചുറ്റമ്പല സമർപ്പണത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനി ബിസിനസ് വാർത്തകൾ. തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി നീം ഫാഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. ഫാഷൻ രംഗത്ത് പ്രമുഖരായ വിസ്മയ് കമ്പനിയുടെ അംഗീകൃത ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തികൾ, സാരികൾ, ലെഗിംഗ്സ് എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ നീൽഗിരി ഹോളിഡേയ്സ് പ്രവർത്തനം തുടങ്ങി. ഒളമറ്റം പള്ളിപ്പാട്ട് സുജാത രവീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി. ഫ്ലൈറ്റ് ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റുകൾ, ബസ് ടിക്കറ്റുകൾ, ടൂർ പാക്കേജുകൾ, മണി എക്സ്ചേഞ്ച്, പാസ്പോർട്ട്, വിസ, പാൻ കാർഡ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. മഗ് പ്രിന്റിംഗ്, ടീഷർട്ട് പ്രിന്റിംഗ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, സ്പൈറൽ ബൈൻഡിംഗ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണകുമാർ അറിയിച്ചു. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കര അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യഹൂദന്മാരുടെ റബനിക്കൽ സാഹിത്യത്തിൽ നിയമസംഹിതയായ തൽമൂദ് ഇങ്ങനെ ഒരു ചിന്ത പറയുന്നുണ്ട്. ശക്തിയുള്ള 10 വസ്തുക്കളുണ്ട്. ഇരുമ്പ് ശക്തമാണ്, പക്ഷേ അഗ്നി അതിനെ ഉരുക്കും.
അഗ്നി ശക്തിയുള്ളതാണ്, എന്നാൽ വെള്ളം അതിനെ കെടുത്തും. വെള്ളം ശക്തിയുള്ളതാണ്, എങ്കിലും അത് നീരാവിയായി മേഘങ്ങളാകും. മേഘങ്ങൾ ശക്തമാണ്, എന്നാൽ കാറ്റതിനെ വേറൊരിടത്തേക്ക് ഓടിക്കുന്നു. മനുഷ്യൻ ശക്തനാണ്, പക്ഷേ ഭയം അവനെ കീഴടക്കുന്നു. നിദ്ര ശക്തിയുള്ളതാണ്, പക്ഷേ മരണം അതിനേക്കാൾ ശക്തമാണ്. എന്നാൽ സ്നേഹമസൃണമായ കാരുണ്യം മരണത്തെയും അതിജീവിക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായത് സ്നേഹമസൃണമായ പ്രവൃത്തികൾ തന്നെയാണ്. കേൾക്കുക, ശക്തമായത് പലതുണ്ട്, പക്ഷെ സ്നേഹത്തോളം ശക്തി മറ്റൊന്നിനുമില്ല. സ്നേഹം എല്ലാറ്റിനെയും കീഴടക്കും. സ്നേഹം എവിടെയും വിജയം വരിക്കും. സ്നേഹം എല്ലാ മുറിവുകളും കെട്ടും. സ്നേഹം എല്ലാ അകലങ്ങളെയും അടുപ്പിക്കും. സ്നേഹം എല്ലാ ഉലച്ചിലുകളും നീക്കി യഥാസ്ഥാനപ്പെടുത്തും. സ്നേഹം പൂർണ്ണത നൽകും. സ്നേഹം വിജയം നൽകും. സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തും. സ്നേഹത്തെക്കാൾ ശക്തമായി ലോകത്ത് മറ്റൊന്നും ഇല്ല. ക്ഷമയോടെ സ്നേഹിക്കുക, സഹിച്ചുകൊണ്ട് സ്നേഹിക്കുക, എല്ലാം മറന്ന് സ്നേഹിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, 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 സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതം ധന്യമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം പറയുക. ചരമവാർത്തകൾ. മുതലക്കോടം കൊല്ലംമാട്ടേൽ ചെള്ളാമടം KU ജോൺ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടക്കും. ഭാര്യ റോസക്കുട്ടി കിഴക്കേക്കോടിക്കുളം തോയിൽ കുടുംബാംഗമാണ്. മക്കൾ ബാബു ജോൺ ഖത്തർ, ഫാദർ കുര്യൻ CMI, റിജി ജർമ്മനി എന്നിവരാണ്. മരുമകൾ ആശ ചെറുപറമ്പിൽ കദളിക്കാട്. CMC കോതമംഗലം പ്രോവിൻസ് വാഴക്കുളം മഠാംഗമായ സിസ്റ്റർ സെർവിയ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 വാഴക്കുളം മഠം സെമിത്തേരിയിൽ നടക്കും. കുര്യനാട് മറ്റത്തിൽ പരേതരായ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ മകളാണ്. സഹോദരങ്ങൾ യമിനി കാച്ചാപ്പള്ളി, ജിമ്മിച്ചൻ, സിപ്രി, സിസ്റ്റർ ഫിലോ CMC, തൊമ്മച്ചൻ, പരേതരായ ജോസഫ് കുഞ്ഞ്, സിസ്റ്റർ എഡ്വീന CMC മാണിച്ചൻ. വാഴക്കുളം, കോഴിപ്പള്ളി പ്രൊവിഷണൽ ഹൌസ്, മുരിക്കാശ്ശേരി, കൂമ്പൻപാറ, മലയൻകീഴ് എന്നീ മഠങ്ങളിൽ അംഗമായും വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളിൽ ദീർഘകാലം പ്രധാന അധ്യാപികയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2735 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 128 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 126 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക പുകയില വിരുദ്ധ ദിനമായ 31 തൊടുപുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുകയിലയ്ക്കും മയക്കുമരുന്നിനുമെതിരായി തൊടുപുഴയിൽ മിനി മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്ന കമാൻഡർ K. കുര്യാക്കോസിന്റെ 8ാമത് അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും തൊടുപുഴയിൽ നടന്നു. സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC നേതൃത്വത്തിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു മുൻപിൽ തൊഴിലാളികൾ കൂട്ടധർണ നടത്തി. സർവീസിലിരിക്കെ മരണമടഞ്ഞ പോലീസ് സബ് ഇൻസ്പെക്ടർ കൊളമാവ് കലടപ്പറമ്പിൽ ദേവേശന്റെ മാതാവ് നാരായണയ്ക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതായി പരാതി. പുതിയ അധ്യയന വർഷം പ്രമാണിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ സ്റ്റാൾ തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.